ബി.ജെ.പി. ഇത്തവണ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഏകദേശം 7-8 സീറ്റുകൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പിടിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പല ജില്ലകളും, തൃശ്ശൂരായിരുന്നാലും പാലക്കാടായിരുന്നാലും എല്ലാ ജില്ലകളും, നമ്മളങ്ങനെ പത്തനംതിട്ട ഉൾപ്പെടെ ഉള്ള എല്ലാ ജില്ലകളും, നമ്മൾ ഒരു ജില്ലയെ നമ്മൾ ആശങ്കയോടെ കാണുന്നില്ല. എല്ലാ ജില്ലകളും ബി.ജെ.പി. ശക്തമായ മുന്നേറ്റമാണ് ഉള്ളത്. ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ കൊഴുക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ കേരളത്തിലും പ്രതിഫലിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ എല്ലാ 140 മണ്ഡലങ്ങളിലും ബി.ജെ.പി. എൻ.ഡി.എ. സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാളും അത്ഭുതകരമായ ഒരു മാറ്റം കേരളത്തിൽ ബി.ജെ.പി. ഉണ്ടാക്കും. കളക്ടർമാരുടെ വിജയമുണ്ടാക്കും. നമ്മൾ ഒരു ഭരണത്തിലേക്ക് വരാനുള്ള സീറ്റുകൾ പിടിക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം നടത്തുന്നുണ്ട്. ബി.ജെ.പി. ഇത്തവണ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഏകദേശം 7-8 സീറ്റുകൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പിടിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പല ജില്ലകളും, തൃശ്ശൂരായിരുന്നാലും പാലക്കാടായിരുന്നാലും എല്ലാ ജില്ലകളും, നമ്മളങ്ങനെ പത്തനംതിട്ട ഉൾപ്പെടെ ഉള്ള എല്ലാ ജില്ലകളും, നമ്മൾ ഒരു ജില്ലയെ നമ്മൾ ആശങ്കയോടെ കാണുന്നില്ല. എല്ലാ ജില്ലകളും ബി.ജെ.പി. ശക്തമായ മുന്നേറ്റമാണ് ഉള്ളത്. കാരണം ദുർഭരണം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF-ൻ്റെയും മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെയും ഭരണങ്ങൾ ജനങ്ങൾ കണ്ടുപിടുത്തതാണ്. അതുകൊണ്ട് ഒരു പ്രതീക്ഷ, മാറാത്തത് മാറണമല്ലോ. അത് കേരളത്തിൽ ബി.ജെ.പിയുടെ വിജയത്തോടുകൂടി ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം തിരുവനന്തപുരം ജില്ല ഒരു ത്രികോണ അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കാൻ ഒരുങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം അവിടുത്തെ ഒരു ചിത്രം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. കരമന ജയൻ നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ഇപ്പം കരമന സുധീർ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അതിനോട് എങ്ങനെയാണ് താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഒരു വലിയൊരു പിടിവലിയൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നേമത്ത് മത്സരിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ മത്സരിക്കുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബഹുമാനപ്പെട്ട വി മുരളീധരൻ കഴക്കൂട്ടം മത്സരിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് PK കൃഷ്ണദാസ് കാട്ടാക്കട മത്സരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സുധീർ ആറ്റിങ്ങൽ മത്സരിക്കുന്നു. ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ നില തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി LDF വന്നാലും UDF വന്നാലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി വരുന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് LDF-ഉം UDF-ഉം അവരുമായി ചർച്ച നടത്തുന്നത്. അത് ഈ രാജ്യത്തെ അസ്ഥിരതയുണ്ടാക്കും, ഈ കേരളത്തിൽ അസ്ഥിരതയുണ്ടാക്കും, അപകടമുണ്ടാക്കും, നാളെ കലാപങ്ങൾക്ക് സാധ്യത. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ BJP വരണം എന്ന് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഭരണം പിടിക്കാൻ വേണ്ടി ജമാഅത്തി പോലുള്ള STP പോലുള്ള സംഘടനകളെ PFI പോലുള്ള സംഘടനകളുമായി ചർച്ച നടത്തുന്ന ഗതികേടിലേക്കാണ് CPM-ഉം കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. അത്തരം സംഘടനകൾ കേരളത്തിൽ ആപത്താണ്, അപകടകരമാണ്, കലാപത്തിന് സാധ്യതയുണ്ട്. ഇന്ന് തന്നെ നമുക്കറിയാം ഒരു കല്യാണം പോലും നടത്തുന്നത് ഇപ്പം ലവ് ജിഹാദെന്നോ അത് അല്ലെന്നൊക്കെ ചർച്ചകൾ പറയട്ടെ. പക്ഷേ ഈ സംസ്ഥാനം കേരളമാണ് സുരക്ഷിതമെന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ജിഹാദികൾ ഒരു സെൻറ്ററായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അത് മാറ്റം വന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, കുട്ടികളായിരുന്നാലും വളർന്നു വരുന്ന തലമുറകളായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും നാളെ ഒരു സ്വസ്ഥതയോടുള്ള ജീവിതം നയിക്കാൻ കേരളത്തിൽ കഴിയില്ല. അതുകൊണ്ട് ഒരു ഏക പ്രതീക്ഷയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള എല്ലാ 14 ജില്ലകളിലും ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി എല്ലാ നേതാക്കളും മുന്നോട്ട് പോകാൻ. നമ്മളെ K. സുരേന്ദ്രൻ മഞ്ചേരിശ്ശേരത്ത് മത്സരിക്കുന്നുണ്ട്, മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. നമ്മളെ പൂർണ്ണ വിജയപ്രതീക്ഷയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.